ഗൈസ്, ഞാൻ ഇന്ന് ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് വിചാരിക്കണം ഒരു വീഡിയോ എടുക്കണമെന്ന്. കുറേ നാളായി നിങ്ങളൊക്കെ കണ്ടിട്ട്, അതുകൊണ്ട് വീണ്ടും നിങ്ങളെയൊക്കെ ഒന്നുകൂടെ കണ്ട് നമ്മളുടെ സൗഹൃദം വീണ്ടും പുതുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സംഭവം ഉണ്ടായതേ, നോക്കിക്കേ, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് ക്യാപ്സിക്കം. അപ്പോൾ ഈ ചെടി ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണേ. പക്ഷേ ഞങ്ങൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്ന് ഈ ചട്നിയിൽ ഇങ്ങനെ ഒഴിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടായതാണ്. ഇതായത് ഒരു മാമരം ഉണ്ട്, അതേപോലെ ഇതാണ് നമ്മുടെ ക്യാപ്സിക്കമിൻ്റെ ചെടി. ഇതിനകത്ത് ഉണ്ടായതാണ് ഇതൊക്കെ. അപ്പോൾ അതേപോലെ കുറേ സംഭവങ്ങളുണ്ട്. കീഴ നെല്ലി അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായതാണ്. ഇപ്പം അതിനെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. അപ്പം ഈ ചെടി ഈ സന്ധ്യ നേരത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഇതൊന്ന് കാണിച്ചാലോ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ നമുക്ക് ഈ സന്ധ്യ നേരം നോക്കിക്ക് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലിരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ സന്ധ്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ. എനിക്ക് പാടാനൊക്കെ അധികമൊന്നും അറിയില്ല, മറ്റൊരു തോന്നൽ ഒരു പാട്ട് പാടിയാലോ എന്ന്. പിന്നെ ഇപ്പോൾ ഈ സന്ധ്യയൊന്നും കണ്ണീരിലൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഉള്ള എല്ലാവരും നല്ല വൈബായിട്ട് ഇവിടെയൊക്കെ കോയമ്പത്തൂരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. രാത്രി മൊത്തം ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ സന്ധ്യ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഡേ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ ലൈഫിൽ സന്ധ്യ കഴിഞ്ഞ് ഉറങ്ങാനുള്ള സമയങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഡെയിലി നമ്മൾ നല്ല സ്ലീപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഒരു ദിവസം അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറെങ്കിലും നല്ല ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആരംഭിക്കാനായിട്ടുള്ള ഒരു രാത്രി. അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.